കുറേ ദിവസം മുമ്പ് കോഴിക്കോട് ഒരു സംഭവം നടന്നു. സുരേഷ് ഗോപി ഒരു ഹോട്ടലിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തക വിലങ്ങനെ നിന്നു. ആ വിലങ്ങനെ നിന്ന ആ പത്രപ്രവർത്തകയുടെ തോളത്ത് ഒന്ന് തട്ടിയൊന്ന് മാറ്റി വെച്ചുകൊണ്ട് അവരെ കൊനസ്റ്റ് ചോദ്യത്തിന് മറുപടിയും പറഞ്ഞുകൊണ്ട് മൂപ്പര് നടന്നങ്ങ് പോയി. ആര്? സുരേഷ് ഗോപി. അന്ന് അതൊരു പ്രശ്നമായില്ല എന്നുണ്ടെങ്കിലും പിറ്റേന്ന് അതൊരു വലിയ സ്ത്രീപീഡനമായി, പിന്നെ അതൊരു മഹാസംഭവമായി. അന്ന് ചാനലുകൾ വാർത്ത ചെയ്തിരുന്നത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന നിലയിലായിരുന്നു. കാരണം വാർത്തകൾ വേണം. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അത്തരത്തിലൊരു വാർത്ത ചെയ്യാനും വയ്യ. എങ്കിലും തങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണ് എന്ന ഒരു അർത്ഥത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കാനും വയ്യ. അപ്പോൾ അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, എന്നാൽ അങ്ങോട്ടുമാണ് ഇങ്ങോട്ടുമാണ് എന്ന നിലയിലാണ് അന്ന് വാർത്ത ചെയ്തത്. അത് കഴിയുമ്പോഴാണ് പാർലമെന്റ് ഇലക്ഷൻ വരുന്നത്. പാർലമെന്റ് ഇലക്ഷനിൽ പിന്നെ സുരേഷ് ഗോപിക്ക് എതിരെ അടിക്കാൻ തുടങ്ങി. ചാനലുകളെല്ലാം സുരേഷ് ഗോപിക്ക് എതിര്. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആക്കില്ല, സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവയ്ക്കും, ആലപ്പുഴ കൊണ്ടുവയ്ക്കും, ഇങ്ങനെ പല സ്ഥലത്തും ചാനലുകൾ കൊണ്ടുവന്ന് വെച്ചു. ഏതായാലും അവസാനം സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ ഉറച്ചു. തൃശ്ശൂരിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ചർച്ച സുരേഷ് ഗോപി ജയിക്കില്ല, കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നൊക്കെയായിരുന്നു. അതായത് സുരേഷ് ഗോപിക്ക് എതിരെയാണ് മീഡിയകളെല്ലാം നിലനിന്നത്, ചാനലുകളെല്ലാം നിലനിന്നത്. ഏത്? യൂട്യൂബ് ചാനലല്ല കേട്ടോ, മലയാളത്തിലെ ചാനലുകൾ. അതിൽ മാറ്റം ഒരുപക്ഷെ ജനം TV ഉണ്ടാവും, BJP ചാനലായതുകൊണ്ട് ആ ഒരു ചാനൽ നമുക്ക് മാറ്റിവെക്കാം. ബാക്കിയുള്ള എല്ലാ ചാനലുകളും സുരേഷ് ഗോപിക്ക് എതിരെ തന്നെയായിരുന്നു. വാർത്തകൾ കേൾക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടിയെന്ന് തോന്നിയാലും അല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. മുരളീധരൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, അതായത് മത്സരിക്കാൻ വേണ്ടി തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോൾ 100% സുരേഷ് ഗോപി കഴിഞ്ഞു, കഥ കഴിഞ്ഞു എന്ന നിലയിലായി മാധ്യമങ്ങളുടെ, അതായത് ചാനലുകളുടെ ചർച്ച എന്ന് പറയുന്നത്. പിന്നെ അതായിരുന്നു ലെവൽ. അതായത് ഏതൊക്കെ വിധത്തിൽ അവഹേളിക്കാം, ഏതൊക്കെ വിധത്തിൽ ആക്ഷേപിക്കാം, എന്തൊക്കെ ആരോപണങ്ങൾ പറയാം, എങ്ങനെ ഇടിച്ചു താഴ്ത്താം എന്നതിൽ ഗവേഷണം എടുക്കുകയായിരുന്നു ഈ ചാനലുകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. അതാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാൻ കഴിയില്ല, തൃശ്ശൂർ എടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒരിക്കലും എടുക്കാൻ കഴിയില്ല, ഇതൊക്കെ വെറും ഗുമ്മിക്കാണ്, 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്നൊക്കെ. അതായത് ആ രീതിയിലായിരുന്നു വാർത്തകളെല്ലാം വന്നുകൊണ്ടിരുന്നത്. എന്നാൽ തൃശ്ശൂർ അങ്ങ് എടുത്തു, അഥവാ തൃശ്ശൂരുകാർ തൃശ്ശൂർ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ MP ആയി കഴിഞ്ഞപ്പോൾ യു-ടേൺ അടി തുടങ്ങി. അതായത് കേന്ദ്രത്തിൽ ഒരു MP ആയി മാറിക്കഴിഞ്ഞു. കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി ആകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും കന്നി MP ആണല്ലോ. അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് ആദ്യ MP ആകുന്നത് കൊണ്ട് അത്തരത്തിലൊരു സാധ്യത ഇല്ല എന്ന് പത്രക്കാർക്കും അറിയാം, അതെല്ലാവർക്കും അറിയാം. നമുക്കൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയാകുമെന്ന്, സുരേഷ് ഗോപിക്കും അത് പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം. എങ്കിലും അവിടെ മന്ത്രിസ്ഥാനം അവിടെ നിൽക്കട്ടെ, MP ആയി കഴിഞ്ഞപ്പോൾ ഈ ചാനലുകൾ യു-ടേൺ അടിക്കാൻ തുടങ്ങി. സുരേഷ് ഗോപി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അന്ന് പെണ്ണുപിടിയനും വളരെ മോശക്കാരനും ഒക്കെ ആയിരുന്ന സുരേഷ് ഗോപി ഇന്ന് അവർക്കെല്ലാം ദൈവമായിരിക്കുകയാണ്. എന്തൊരു യു-ടേൺ എന്ന് നോക്കി. മുമ്പ് സുരേഷ് ഗോപിയുടെ മകൾ ലക്ഷ്മി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മരണപ്പെട്ടു പോയതാണ്. ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഇരുന്ന് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു സുരേഷ് ഗോപി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ആ മകളുടെ മണം അതിപ്പോഴും മനസ്സിൽ പോയിട്ടില്ല എന്നും, എൻ്റെ മകളുടെ ആ മണമാണ് ഈ പ്രായത്തിലുള്ള കുട്ടികളെ കാണുന്നതെന്നും, മൊത്തത്തിൽ കുട്ടിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെക്കി പിഴിച്ച് ആ മണം ആസ്വദിക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊരു വാത്സല്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ ഞെക്കി പിഴിഞ്ഞ് ആരും മണമൊന്നും എടുക്കാറില്ല, അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ തൻ്റെ ഒരു വികാര വിക്ഷോഭം അവിടെ നടത്തിയപ്പോൾ അതിനെ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ഇതേ ചാനലുകൾ നുണക്കഥകൾ പ്രചരിപ്പിച്ചു. അതായത് സുരേഷ് ഗോപി പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്, അവരുടെ മണമെടുക്കാൻ വേണ്ടി നടക്കുന്നതാണ് എന്ന കഥകൾ പോലും മെനഞ്ഞു പലരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ കുടുംബത്തെ വേട്ടയാടാൻ തുടങ്ങി. മാധ്യമങ്ങളുമായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ വിമർശിച്ചോളൂ, ഞാനെന്ന വ്യക്തിയെ വിമർശിച്ചോളൂ, എൻ്റെ സിനിമകളെ വിമർശിച്ചോളൂ, അതിൻ്റെ അഭിനയത്തെ വിമർശിച്ചോളൂ, എൻ്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ വിമർശിച്ചോളൂ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ നിങ്ങൾ വിമർശിച്ചോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ എന്തിനാണ് നിങ്ങൾ അവരെ വേട്ടയാടുന്നത്? അവരെ വെറുതെ വിട്ടുള്ളൂ എന്ന് നിറകണ്ണുകളോട് അദ്ദേഹം പറഞ്ഞു. അതിനെയും ഇതേ മാധ്യമങ്ങൾ ട്രോളാക്കിയും വാർത്തകളാക്കിയും പ്രചരിപ്പിച്ചത് നമ്മൾ കണ്ടു. ആ വ്യക്തികളാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഒരു വലിയ ദൈവമായി പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ വെട്ടിപ്പിടിച്ചതാണ്, അങ്ങ് വളഞ്ഞിട്ട് പിടിച്ചതാണ്, ഒരു വീരജയമാണ്, എന്തൊക്കെയാണ് പറയുന്നത്, ഒരു അങ്ങോട്ട് നേടിയെടുത്തതാണ്, ഇനി എന്തൊക്കെ പറയാൻ പറ്റും ആ രീതിയിലൊക്കെ. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷം കഷ്ടപ്പെട്ട് അവിടെ ജനഹൃദയങ്ങളിലെ കയറി തന്നെയാണ് ഇപ്പോൾ MP സ്ഥാനം വാങ്ങി മന്ത്രിയായത്. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും
നേരത്തെ അവഹേളിച്ചവർക്ക് ഇനി മിനിസ്റ്റർ എന്ന് വിളിക്കേണ്ടി വരികയാണ്. മിക്കവാറും എല്ലാ ചാനലുകളും പൂർണ്ണമായി യു ടേൺ എടുത്തു കഴിഞ്ഞു. ചില ചാനലുകളൊക്കെ യു ടേൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചാനൽ മാത്രം യു ടേണിന് ശ്രമിച്ചിട്ടില്ല, അത് മീഡിയ വണ്ണാണ്. മീഡിയ വൺ അന്നും ഇന്നും യു ടേൺ എടുക്കാതെ സ്ട്രൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിലപാടുള്ള ഒരു ചാനൽ, അതായത് അവർക്ക് ചില നിലപാടുകളുണ്ട്, ആ നിലപാടിൽ മാത്രം ഉറച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ നിലപാടുകളെ നോക്കാത്ത ഒരു ചാനൽ ആയതുകൊണ്ടാകണം യു ടേൺ എടുക്കാൻ തയ്യാറാകാത്തത്. ഏതായാലും സുരേഷ് ഗോപി മന്ത്രിയായതും ജയിച്ചതും ആ കാര്യങ്ങളൊന്നും അവരെ സ്പർശിച്ചിട്ടില്ല. അവർ നേരെ തന്നെ പോകുകയാണ്. യു ടേൺ എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് ഒരു പക്ഷേ കരുതി കാണും. പക്ഷെ മറ്റെല്ലാ ചാനലുകളും യു ടേൺ എടുത്ത് കഴിഞ്ഞു. ഇപ്പൊ സുരേഷ് ഗോപി അവർക്ക് ദൈവമാണ്. സുരേഷ് ഗോപി മന്ത്രി സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തേനും പാലും ഒഴുകും. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നിയമത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നേരത്തെ അദ്ദേഹത്തെ പല മീഡിയകളും വളഞ്ഞിട്ട് ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ അതേ നിയമം എങ്ങാനും ഇനി ഇവരുടെ മേലെടുത്ത് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകാൻ വല്ലതും തീരുമാനിച്ചാൽ, എന്തെങ്കിലും അറിയാമോ ഇല്ലയോ എന്ന് അറിയില്ല, ഇനി എന്തെങ്കിലും അറിഞ്ഞു പോകാൻ തീരുമാനിച്ചാൽ പണി വാങ്ങുമെന്ന് പേടിച്ചിട്ടാണോ ഈ യു ടേൺ തിരിക്കലെന്ന് എനിക്കറിയില്ല. അതോ ഇനി മറ്റു വല്ലതും മറച്ചില്ലെങ്കിൽ പണിയാകുമെന്ന് ചിന്തിച്ചിട്ടാണോ? ഒരു കാലത്ത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് വട്ടം പിടിച്ച് പ്രഘോഷിച്ചവരെല്ലാം ഇന്ന് സുരേഷ് ഗോപിയെ ഇങ്ങനെ വാഴ്ത്തി പാടുമ്പോൾ, അതാ ദൈവം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തേനും പാലും ഒലിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ പാടുമ്പോൾ സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്നുള്ള ഒരു ചിന്തയിലാണ് സാധാരണക്കാരായ മലയാളികൾ, പ്രത്യേകിച്ച് തൃശ്ശൂരുള്ള വോട്ടർമാർ.